വരുമാറില്ല അറിവിന്നിതിന്നു നേർ. ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. അഞ്ചാമത്തെ പദ്യത്തില് വരും 6 വിധം വികാരവും. വരുമാറില്ല അറിവിന് ഇതിന്നു നേർ. ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. ഈ ശരീരം അസ്ഥിതോൽ സിരനാറുന്ന ഒരു ഉടമ്പിനെ കുറിച്ച് കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞു. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? വരും 6 വിധം വികാരവും. 6 വിധമായ വികാരങ്ങൾക്ക് വഴിപ്പെടുന്നതാണ് ശരീരം. വികാരം എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മാറ്റം. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ മാറുന്നു? 6 അവസ്ഥയിലൂടെ മാറുന്നു. യാസ്കൻ എന്ന് പറയുന്ന ആചാര്യര് നിരുക്തം എന്ന് പറയുന്ന വേദാംഗ ശാസ്ത്രത്തിൽ ആണ് ഈ ഷഡ്ഭാവ വികാരങ്ങളെ, 6 വികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് 6 വികാരങ്ങൾ അവിടെ പറയുന്നത്? അസ്ഥി, ജന്മം, വൃദ്ധി, പരിണതി, അപക്ഷയം, വിനാശം. ഇത് 6 ഷഡ്ഭാവ വികാരങ്ങൾ. ഒന്ന് ഉണ്ടായിരിക്കുക, വേറൊന്ന് ജനിക്കുക, വേറൊന്ന് വൃദ്ധി പ്രാപിക്കുക, പരിണാമപ്പെടുക, അപക്ഷയപ്പെടുക, വിനാശം സംഭവിക്കുക. ഒരു ജീവി ആദ്യമേ തന്നെ അത് ജനിക്കുന്നു. എന്തുകൊണ്ട് ജനിച്ചു? ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ജനിച്ചു. ജന്മമുണ്ട്. ആ ജന്മവും ഉണ്മയും കഴിഞ്ഞാൽ പിന്നെ അതിന് സംഭവിക്കുന്നത് വൃദ്ധിയാണ്. വളരാൻ തുടങ്ങും. ഒരു കുഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് കൈകാലിട്ടടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് കൈകാലിട്ടടിച്ച് കളിക്കുന്ന, കരയുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്നും പിച്ച വെച്ച് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഓടിക്കളിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ വൃദ്ധി പ്രാപിക്കുന്നുണ്ട് ക്രമാനുഗതമായി. ഇനി ഒരു പ്രത്യേക സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലോ അത് പരിണമിക്കുന്നുണ്ട്. ആ തീരെ കുഞ്ഞ് ഒരു യുവാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ തികച്ചും കുഞ്ഞായിരിക്കുമ്പോൾ 3 വയസ്സുള്ളപ്പോൾ കണ്ട ഒരു കുട്ടിയെ 23 വയസ്സുള്ളപ്പോൾ നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയില്ല. കാരണം എന്താ? അവൻ ഒരുപാട് പരിണമിച്ചു പോയി, ഒരുപാട് മാറ്റത്തിന് വിധേയനായി. അപ്പം നമ്മൾ ചോദിക്കും ആരാണ് എന്നൊക്കെ ചോദിക്കും. പറഞ്ഞു വരുമ്പോൾ നിന്നെ അന്ന് കണ്ടതാ, പിന്നെ ഇപ്പോഴാണ് കാണണേ, അതുകൊണ്ടാട്ടോ മനസ്സിലാവാഞ്ഞത് എന്ന് പറയും. ഇതാണ് പരിണതി. പരിണതിക്ക് ശേഷം എന്താണ്? അപക്ഷയം. അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. ഒരു പരിധി വരെ ഈ എൻജിൻ ഇങ്ങനെ ഓടുള്ളൂ, ഈ ശരീരം ഇങ്ങനെയൊക്കെ ഓടുള്ളൂ. ഇപ്പം ഇവിടെയൊക്കെ വന്നിരിക്കാനും സ്റ്റുഡിയോയിലേക്ക് വരാനും അതിൻ്റെ മുന്നിലിരിക്കാനും ക്ലാസ് എടുക്കാനും ഇതൊക്കെ പാടാനും ഒക്കെ ശരീരത്തിന് ഒരു നിശ്ചിതമായ ഒരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് വരാമെന്നൊന്നും പറഞ്ഞ് വിളിച്ചാലൊന്നും നമുക്ക് വരാൻ പറ്റില്ല. നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ നാവും ഒക്കെ നമ്മുടെ ഇച്ഛയ്ക്ക്, നമ്മുടെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ശക്തി അതിനുണ്ടായി എന്ന് വരില്ല. അതിൻ്റെ പേരാണ് അപക്ഷയം. ഇപ്പോൾ ഓടി നടന്ന് ജോലി ചെയ്ത ആളാണ്, പക്ഷെ ഇപ്പം നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഒരടി വയ്ക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയമെടുക്കും. നല്ല കടിച്ചു മുറിച്ച് എന്തും കഴിക്കാനുണ്ടായ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. പിന്നെ ഒന്നും നമുക്ക് കടിക്കാനോ ചവയ്ക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ വരും. നല്ല ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് സ്വയം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഒരു കലം ചായ തിളപ്പിച്ച നമുക്ക് ഒരു ഗ്ലാസ് ചായ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുടെ അപക്ഷയത്തിലേക്ക് ശരീരം മാറിപ്പോകും. അവസാനം എന്ത് സംഭവിക്കും? ഈ ശരീരം ഗുഡ് ബൈ പറയും. അതിന് മരണം എന്ന് പറയും, വിനാശം. അപ്പോൾ ഈ 6 ഘട്ടങ്ങളിലൂടെ, മാറ്റങ്ങളിലൂടെ ശരീരം കടന്നു പോകുന്നുണ്ട് എന്ന് ഗുരു പറയും. വരും 6 വിധം വികാരവും. ഈ 6 തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിനുണ്ട്. ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മെലിഞ്ഞിരിക്കും, ചിലപ്പോൾ തടിച്ചിരിക്കും, ഉയരം കൂടിയിരിക്കാം, ഉയരം കുറഞ്ഞിരിക്കാം. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് വരും എന്ന് പറയാം.
ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അപ്പോൾ മാറ്റത്തിന് വിധേയമായത് എന്നാണ്. വരുമാറില്ല അറിവിന് ഇതിന്നു നേർ. എന്നാൽ ഈ മാറ്റങ്ങളൊന്നും തന്നെ ഏതിനില്ല? അറിവിന് ഇല്ല. അറിവെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ്. ആത്മാവിന് മാറ്റങ്ങളൊന്നുമില്ല. ആത്മാവ് നിത്യ നൂതനമായ ഒരു സത്യമാണ്. ശരീരത്തിന് സംഭവിക്കുന്ന പോലത്തെ മാറ്റം ഒരിക്കലും ആത്മാവിന് സംഭവിക്കുന്നില്ല. നോക്കൂ, നമ്മൾ ജനിച്ചപ്പോൾ കുഞ്ഞായിരിക്കുന്ന ഒരവസ്ഥയിലും കുമാരിയായിരിക്കുന്ന അവസ്ഥയിലും യുവതിയായിരിക്കുന്ന അവസ്ഥയിലും മധ്യവയസ്കയായ അവസ്ഥയിലും മുത്തശ്ശിയായ അവസ്ഥയിലും ഒക്കെ നമ്മൾ മാറാതെ ഒരിക്കലും മാറ്റമില്ലാതെ വ്യവഹരിക്കുന്ന ഒരു പദമാണ് ഇത് ഞാൻ എന്ന പദം. നമ്മളെ കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്, യുവതി എന്ന് വിളിച്ചിട്ടുണ്ട്, ആൻറ്റി എന്ന് വിളിച്ചിട്ടുണ്ട്, അമ്മൂമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച് പറയുന്നത് ഞാൻ ഞാൻ എന്നാണ്. ആ ഞാനിന് മാറ്റില്ല. 5 വയസ്സുള്ളപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ 40 വയസ്സുള്ളപ്പോഴും 50 വയസ്സുള്ളപ്പോഴും നമ്മൾ പറയും ഞാൻ പോവാണ് കേട്ടോ, ഞാൻ വരികയാണ് കേട്ടോ, ഞാൻ കുളിക്കുകയാണ് കേട്ടോ, ഞാൻ കുടിക്കുകയാണ് കേട്ടോ. ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു നിത്യമായ ഒരു ഉണ്മ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ എന്ത് ചെയ്യുന്നത്? വ്യവഹരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആ ഞാനിന് മാറ്റമില്ല. ആ ഞാനിനെയാണ് എന്തെന്ന് പറയുന്നത്? ആത്മാവ് എന്ന് പറയുന്നത്, ചൈതന്യം. അപ്പം ചൈതന്യം ശരീരം ബാഹ്യമായി ഏതൊക്കെ അവസ്ഥകളെ സ്വീകരിക്കുമ്പോഴും ആത്മാവ് ഒരു തരത്തിലുമുള്ള അവസ്ഥകൾ സ്വീകരിക്കുന്നില്ല. ആത്മാവ് എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. അതിന് മാറ്റങ്ങളില്ല. അതാണ് ഗുരു ഇവിടെ പറയുന്നത്. എന്ത്? വരും 6 വിധം വികാരവും വരുമാറില്ല അറിവിന്നിതിന്നു നേർ. അതുകൊണ്ടാണ് ആത്മസ്വരൂപത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നത്. മാറുന്ന വസ്തുവിനെ അല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, മാറാത്ത വസ്തുവിനെ ധ്യാനിക്കണം. അതിനായിട്ട് ഗുരുദേവൻ ഗദ്യപ്രാർത്ഥന പോലുള്ള കൃതികളിലൊക്കെ പറഞ്ഞു തന്നത് നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അറിവ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പം ഈ ശരീരത്തോടു കൂടി നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന് മുൻപിലും പിൻപിലും ഒക്കെ ആത്മചൈതന്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ശരീരം മാത്രമാണ് മരണത്തിന് കീഴ്പ്പെടുന്നുള്ളൂ, ആത്മാവിന് മരണം ഇല്ല എന്ന് പറയാം. അപ്പോൾ ആ മരണമില്ലാത്ത ജനനവും മരണവും ഷഡ്ഭാവ വികാരങ്ങളും ഒന്നുമില്ലാത്ത ആത്മസ്വരൂപതയെയാണ് നമ്മൾ ധ്യാനിച്ച് ഉറപ്പിക്കേണ്ടത്. ആ അറിവിന് മാറ്റമില്ല എന്നാണ് 2ാമത്തെ വരിയിൽ പറയുന്നത്. എന്നിട്ട് പറയാണ്, അനുകമ്പാശാലി എങ്ങനെയാണ് ജീവിക്കുന്നത്? ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. ഒരു അനുകമ്പാശാലി ഈ ദേഹം ഉപേക്ഷിച്ച് പോയാലും, എല്ലാ മഹാത്മാക്കളും ഋഷി പരമ്പരകളും എല്ലാം ഈ ദേഹം മാത്രമേ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു പോയുള്ളൂ. പഞ്ചഭൂതാത്മകമായി നിർമ്മിതമായ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോഴും അവർ ഇതുവരെ മരിച്ചിട്ടില്ല. അതാണ് അനുകമ്പാശാലിയുടെ പ്രത്യേകത. അനുകമ്പാശാലി മരിക്കുന്നില്ല. അവർ എപ്പോഴും ഏതൊക്കെ നാൾ വരെ ഇവിടെ ലോകജനത ജീവിക്കുന്നുണ്ടോ ആ ലോകജനത ജീവിക്കുന്നിടത്തോളം കാലം ഒരു അനുകമ്പാശാലി ജീവിച്ചു കൊണ്ടിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുന്നിൽ വന്ന് അവതരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മാനവരാശിക്ക് വേണ്ടിയിട്ട്, മാനവരാശിയുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി, അഭിവൃദ്ധിക്കും വേണ്ടി ഓരോന്ന് ചെയ്ത് മടങ്ങിപ്പോകുമ്പോഴും ഇപ്പോഴും നമ്മൾക്ക് പരമപൂജനീയനായി പ്രാതസ്മരണീയനായി ആ ഗുരുവിൻ്റെ തൃച്ചേവടികളെ നമ്മൾ സ്മരിക്കാനുള്ള കാരണം ഗുരുവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന അനുകമ്പ കൊണ്ടാണ്. അതുകൊണ്ട് പറയാണ്, ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. ഉരുവാം ഉടൽ വിട്ട്, ഈ ശരീരം വിട്ടാലും അനുകമ്പാശാലി ജീവിക്കുന്നു. ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? കീർത്തിയാം ഉരുവാർന്ന്, കീർത്തിയുടെ രൂപം പൂണ്ട് ജീവിക്കുന്നുവെന്ന്. പ്രശസ്തിയുടെ രൂപത്തിൽ ഒരുപാട് പ്രശസ്തനായി തീരും. പ്രശസ്തനാവുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും അറിയും. നല്ല ഒരു നിശാഗന്ധി നമ്മുടെ വീട്ടിൽ വിടർന്നിട്ടുണ്ടെങ്കിൽ അയൽ വീടുകളിലൊക്കെ അറിയും.
അവിടെ നിശാഗന്ധി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നു രാത്രിയിൽ ആ പരിമളം കേൾക്കുമ്പോൾ. ഇതുപോലെയാണ് മഹത്തുക്കൾ ഏത് ഗുഹയിൽ പോയി ഇരുന്നാലും ആത്മാന്വേഷികളാകുന്ന വണ്ടുകൾ അറിയും, പൂമ്പാറ്റകൾ അറിയും, അവിടേക്ക് ചെല്ലും. എത്ര അകലങ്ങളിലാണ് അവരിയ്ക്കുന്നതെങ്കിലും അവരന്വേഷിച്ച് എത്ര ദൂരങ്ങളിൽ നിന്നും ഈ ആത്മജിജ്ഞാസുക്കൾ വരും. കാരണം അനുകമ്പയ്ക്കൊരു പരിമളമുണ്ട്, സ്നേഹത്തിനൊരു പരിമളമുണ്ട്. എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേബൽ ഒട്ടിച്ച് വെക്കണ്ട. ഞാൻ 10 മിനിറ്റ് ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു പരിമളമുണ്ട്. ആ പരിമളമാണ് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. ആ പരിമളം ഇല്ലെങ്കിൽ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടില്ല, ആർക്കും നമ്മളോടൊന്നും തോന്നില്ല. ഇപ്പോൾ കീർത്തി എന്ന് പറയുന്നത് ഒരു പരിമളമാണ്. മഹത്തുക്കളുടെ ഉള്ളിലെ സവിശേഷമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ ലോകജനതയിലേക്കും സമസ്ത ജീവജാലങ്ങളിലേക്കും, എല്ലാ ജീവജാലങ്ങളിലേക്കും അത് പോകും. അതുകൊണ്ടാണ് ശ്രീ ഗുരുദേവൻ തപസ് ചെയ്ത വേളയിൽ നമ്മളെയൊക്കെ കണ്ടാൽ പിടിച്ചു തിന്നുന്ന പുലിയും നമ്മളെ കണ്ടാൽ കൊത്തുന്ന പാമ്പും ഗുരുവിൻ്റെ അടുത്ത് അച്ചടക്കത്തോടെ അനുസരണയോടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നെന്ന് പറയുന്നത്. നോക്കൂ, ഏറ്റവും ഹിംസ്ര ജന്തുക്കൾ പോലും ഒരു പരമകാരുണികൻ്റെ അടുത്ത് ആ കാരുണ്യ സമ്പർക്കത്താൽ അവരുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൈരത്തെ വെടിഞ്ഞു നിലകൊള്ളും. ഇതാണ് അനുകമ്പാമൂർത്തിയുടെ പ്രത്യേകത. അതാണ് ശരിക്കും അനുകമ്പ ഉണർന്നവൻ്റെ അടുത്ത് ജീവജാലങ്ങൾ വൈരം വെടിഞ്ഞ് ജീവിക്കും എന്നാണ്. ആ വൈരം വെടിഞ്ഞ് ജീവിക്കുന്ന കാഴ്ചയാണ് ഗുരുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ശ്രീശങ്കരാചാര്യ സ്വാമികൾ ഗുരുവിനെ തേടിയുള്ള യാത്രയിൽ ഒരു പുഴക്കരയിൽ വെച്ചൊരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. എവിടെയായിരിക്കും തൻ്റെ ഗുരു താമസിക്കുന്നത് എന്ന് കരുതി ഇങ്ങനെ യാത്ര ചെയ്യാണ്, ഒരു ഗുരുവിനെ കണ്ടുമുട്ടാനുള്ള അഭിലാഷം കൊണ്ട്. അപ്പം നോക്കുമ്പോഴാണ് ഒരു മഴയത്ത് ഒരു പാമ്പ് ഒരു തവളയ്ക്ക് കുട ചൂടി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഒരു തവള ഇങ്ങനെ ഇരിക്കുന്നു, ആ പാമ്പാകട്ടെ പത്തി വിടർത്തി തവളയ്ക്ക് കുട ചൂടി കൊടുക്കണു. അപ്പോൾ പാമ്പും തവളയും തമ്മിലുള്ള വൈരം നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം ആ തവളയെ കണ്ടിട്ട് പോലും അതിനെ പിടിച്ച് വിഴുങ്ങാനോ അതിനെ പിടിച്ച് തിന്നാനോ തോന്നാതെ അതിന് സംരക്ഷണം നൽകുന്നത് എങ്ങനെ പോയാലും ഒരു ആത്മജ്ഞാനിയുടെ സവിധത്തിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് ആചാര്യസ്വാമികൾക്ക് മനസ്സിലായത്രേ. അപ്പം ഇവിടെ എവിടെയോ തന്നെ ഒരു ആത്മജ്ഞാനി താമസിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് ശങ്കരാചാര്യ തൻ്റെ ഗുരുവിനെ കണ്ടെത്തിയത് എന്ന് കഥകൾ പറയുന്നുണ്ട്. ഇതുപോലെയാണ് ഗുരുദേവൻ്റെ കാര്യത്തിലും എല്ലാ ജീവജാലങ്ങളും വൈരം വെടിഞ്ഞ് അടുത്തിരിക്കും. അപ്പോൾ മനുഷ്യരെയും സമസ്ത പ്രാണികളെയും ഒരുമിച്ച് തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഈ സവിശേഷത ഇതൊരു പരിമളമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോയാലും കീർത്തിയുടെ രൂപത്തിൽ ഇവിടെ ജീവിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഉപനിഷത്തുകൾ എഴുതിയ ഋഷിമാർ ഇന്നും നമ്മൾ ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെ ഇന്നും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനാഗീതങ്ങളിലൂടെ അവർ ജീവിക്കുന്നത് അവരുടെ അനുകമ്പ കൊണ്ടാണ്. അതുകൊണ്ട് അനുകമ്പാശാലി ഒരിക്കലും മരിക്കുന്നില്ല, അനുകമ്പാശാലി എപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ ആത്മാവ് പോലെ മാറ്റമില്ലാതെ കീർത്തിയുടെ ഉരുവേന്തി നിലനിൽക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം.